ഹായ് ഗായ്സ്, എല്ലാവർക്കും വെരി വെരി ഗുഡ് മോർണിംഗ്. ഡേ 2 വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് മാറ്റി റെഡി ആയി നിൽക്കുകയാണ്. അവിടെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അജിത് അവിടെ മുട്ടക്കുട്ടി ഞാന് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരാളുണ്ട് ഇവിടെ പൊളി തന്നെ അല്ലേ. ഞങ്ങള് പോണ് ഗൈസ്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ അഞ്ചാ. അപ്പോൾ ഗൈസ് ഞങ്ങള് റൂമിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനി അവിടെ പോയിട്ട് റൂമിൽ തന്നെ വരണം. റൂമിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ എവിടെയാണ് എടുത്തിട്ട് വേണം റൂം ഒഴിഞ്ഞു കൊടുക്കാൻ. ഗൈസ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈലിമല കയറാൻ വേണ്ടി പോവാണ് ഗൈസ്. എല്ലാവരും ഡാൻസ് കണ്ടില്ലേ? ഇതെന്താ പരിപാടി എന്നൊരു ഐഡിയ അല്ല കേട്ടോ. എന്തായാലും കൊള്ളായിരുന്നു. കണ്ടപ്പോ ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ആയാലും നോക്കിക്കുമല്ലോ. അപ്പൊ എന്തായാലും നൈസായിരുന്നു. ഭയങ്കര നോയ്സ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് കാണാം ഗൈസ്. സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഓ ഗായ്സ്, കുഴങ്ങി. കുറച്ച് കയറിയിട്ടുള്ളൂ, അപ്പോഴേക്കിന് കുഴങ്ങി. മയിലും കണ്ട ഗായ്സ്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടാട്ടോ കയറുന്നത്. ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. അതുപോലെ തന്നെ 10 രൂപ എടുത്തിട്ട് അങ്ങനെ കയറാം. നമ്മൾ 100 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങാം. അപ്പോൾ ഗായ്സ് ഞങ്ങൾ മുരുകനെ കണ്ടിട്ട് വരാം ഗായ്സ്. അപ്പോൾ ഗായ്സ് ഞങ്ങളിതാ മുരുകനെ കണ്ട് ഇറങ്ങി. ഉള്ളിൽ നിന്ന് അധികം ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അല്ല അജോ? അജിത പഞ്ചാമൃതം തിന്നുന്നു. വേണ്ടേ? അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് ആടിച്ച് ഇറങ്ങും. എന്നിട്ട് റൂമിൽ പോയിട്ട് റൂം ചെക്കൗട്ട് ചെയ്യണം. അതിന് ശേഷം വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്ക് പോകാം. ഓക്കെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ റൂമിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ റൂമിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്യണം. എന്നിട്ട് നേരെ ഇറങ്ങണം. അയ്യോ ടയേർഡായി ഗൈസ്. ഇതാ ഞങ്ങൾ റൂമിലാണ്. റൂമിൽ കയറി. ഇനി ഇവിടെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നത് 10 മണിയാണ്. ഇപ്പൊ ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പറയുമ്പോൾ നല്ല വിശപ്പുണ്ട്. 11 മണി പെട്ടെന്ന് ഇറങ്ങണം. ലജ്ജ വിശക്കണില്ലേ? അപ്പൊ പൂരിയൊക്കെ കഴിക്കാനുള്ളതാണ്. ലജ്ജന് പൂരിയൊക്കെ കഴിക്കാനുള്ളതാണ്. എന്തായാലും അങ്ങനെ പുറത്തിറങ്ങിയിട്ട് കാണിക്കാം ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങള് റൂമിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ പ്രസാദം വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ പ്രസാദം വന്നിട്ടുണ്ട് നമ്മളെ കുട്ടേട്ടൻ്റെ അടുത്ത്.
പ്രസാദം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് സ്ഥലം വിടും. ഓക്കെ, അയ്യേ ഞാൻ ഉറപ്പാണ്. ടൈമില് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കിട്ടാത്തെന്ന് ആലോചിക്കുകയാണ് വീഡിയോയില്. എന്തായാലും നൈസായി ചിരിക്കാനുള്ള വകുപ്പുണ്ട്. അങ്ങനെ കൈസ് എല്ലാ പരിപാടികളും തീർത്ത് നമ്മളവിടുന്ന് ഏകദേശം 1 മണിയൊക്കെ ആയപ്പോൾ അവിടുന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് ബസ്സിലാണ്. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ അവിടുന്ന് 1-2 സ്ഥലം കൂടി പോകേണ്ടതെന്ന്. നമ്മൾ പോകാൻ വിചാരിച്ചിരുന്നത് ഒന്ന് വേളാങ്കണ്ണിയായിരുന്നു, പിന്നെ ഒന്ന് എൻ്റെ ഫാദറിൻ്റെ നാട് തമിഴ്നാട് തഞ്ചാവൂർ മയിലാടുതുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 2 സ്ഥലത്തും കൂടി ഒരുമിച്ച് എന്തായാലും പോകാൻ കഴിയില്ല, ഒരു ദിവസം കൂടി എക്സ്ട്രാ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ നാട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒന്നാമത് പ്രോപ്പറായിട്ട് എനിക്ക് ഒരു വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല പോകുന്ന സമയത്ത്. കാരണം എന്താ വെച്ചാൽ നല്ല ചൂടുമായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ ചൂട്, നല്ല ചൂടുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പക്കായിട്ടൊരു ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് പോകുന്ന വഴി ഓരോ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പഴനിയിൽ നിന്ന് നേരെ ഡയറക്റ്റായിട്ട് മയിലാടുതുറ വണ്ടിയില്ല, വണ്ടിയുണ്ട്, അത് 5 മണിക്കാണ് വൈകുന്നേരം, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നേരെ ഞങ്ങൾ തൃച്ചിക്ക് കയറി. തൃച്ചിയിൽ നിന്നും മാറി കയറണം, കുംഭകോണം വണ്ടി കയറണം. കുംഭകോണത്തു നിന്ന് നേരെ ഡയറക്റ്റ് മയിലാടുതുറ. ഗായ്സ്, ഇതാണ് നമ്മളെ ബസ്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് തഞ്ചാവൂരാണ്. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് നിർത്തിയിടുന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൂത്രയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല വൈബുണ്ട് ഗൈസ്. തഞ്ചാവൂർ സത്യം പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഫാദറിൻ്റെ നാട്. ഇവിടുന്ന് തഞ്ചാവൂർ ജില്ല, അതായത് ജില്ല തഞ്ചാവൂരാണ്. ഇവിടുന്ന് മയിലാടുതുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂറൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളിനി നേരെ കുംഭകോണം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. കുംഭകോണം എത്തിയിട്ട് അവിടുന്ന് പിന്നെ വേറെ വണ്ടി മാറി കയറണം. അവിടുന്ന് ഡയറക്റ്റായിട്ട് നേരെ മയിലാടുതുറ ബസ്സുണ്ട്. ഓക്കെ, ഹാപ്പി ഹാപ്പി. അപ്പോൾ ഗൈസ്, ഇവിടുന്ന് നേരെ കുംഭകോണത്തിൽ നിന്ന് നേരെ മയിലാടുതുറ. അപ്പോൾ അവിടെയാണ്, അവിടെ മാമൻ അവിടെ എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് കാണാം ഗൈസ്. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അവിടെ എത്തിയിട്ട് നമ്മൾ കാണിക്കാം. നമ്മളെ വീടും കാര്യങ്ങളൊക്കെ വലിയ സെറ്റപ്പൊന്നുമില്ല, എന്നാലും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ, അനിയോ സെറ്റല്ലേ? സെറ്റല്ലേ? താങ്ക് യു. അപ്പോൾ ഓക്കെ ഗൈസ്, വണ്ടി എടുക്കാൻ പറ്റുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ കാണാം. ഓക്കെ, ഇത് തഞ്ചാവൂരുള്ള ഏതോ ഒരു വലിയൊരു അമ്പലമാണ് ഗൈസ്. എന്തായാലും കണ്ടപ്പോൾ നൈസായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കുംഭകോണമെത്തി. ഇവിടെ നിന്ന് നേരെ മയിലാടുതുറ വണ്ടി കയറണം. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ 2 വണ്ടിയും മയിലാടുതുറ വണ്ടി ഇതാ പറഞ്ഞ് തമിഴ്. അപ്പോൾ ഗൈസ് ഈ വണ്ടിയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ എന്തായാലും അനുവിൽ കയറിയിട്ടുണ്ട്. ജസ്റ്റ് വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. നമുക്ക് നേരെ മയിലാടുതുറ ചെന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം മയിലാടുതുറയ്ക്ക് എത്തിയിരിക്കുകയാണ്. അതായത് എൻ്റെ ഫാദറിൻ്റെ നാട് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നേരെ നമുക്കൊരു 5 മിനിറ്റ് കൂടി യാത്ര ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നേരെ ഒരു ബസ് വരാണ്ട്, ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ ബസ് ഇറങ്ങി. അപ്പോൾ മാമൻ ഇവിടെ ബൈക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാമൻ 2 ട്രിപ്പ് അടിക്കാമെന്ന് പറഞ്ഞു. ആദ്യം അജുവും അനും പോയി, പിന്നെ ഞങ്ങൾ പോന്നു. ഇതാണ് ഗൈസ് വീട് കാര്യങ്ങൾ. നമ്മൾ രാത്രിയാണ് എത്തിയത്, അതുകൊണ്ടാണ് പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റാഞ്ഞ്. ഇതാണ് ഗൈസ് മാമൻ. മാമ വീഡിയോയിൽ പറ
இது யூடியூப்ல வரும் இந்த வீடியோ, யூடியூப்ல எல்லாம் வரும். போட்டு போட்டு பார்ப்போம். அவன் இப்போ சந்தாளத்தில் போயிட்டானா காட்டுவான். நீ அனுப்புந்து போரா வச்சுருந்தான் வீடியோ ஓடிட்டு போற സമയം എത്രയാണോ? 12 ഒരു മണിയായോ? ഏകദേശം 1 മണിയായി ഗായ്സ്. ഞങ്ങളിവിടെ എത്തിയപ്പോ ഏകദേശം 11 മണിയായിരുന്നു ഗായ്സ്. 11 മണി കഴിഞ്ഞാണ്. ഇപ്പൊ എന്തായാലും മാമനെ കണ്ടതിൽ സന്തോഷം, എല്ലാരും കണ്ടതിൽ സന്തോഷം. ഇങ്ങനെ കാണാൻ വേണ്ടിട്ടാണ് വന്നത്. ഓക്കെ, ஏதாவது சொல்லுங்க மாமா. അപ്പൊ ഗായ്സ് ഞങ്ങള് ചായ കുടിക്കാൻ പോവാണ്. നല്ല കിടിലൻ ചായ, റസ്കും ചായയും. വിശപ്പൊന്നുമില്ല. ഞങ്ങള് തൃച്ചിന്ന് നല്ല തിന്നേടെ ഒന്നാണ്. എന്തായാലും അതുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല. കാര്യമായിട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞതാണ്. അപ്പൊ മാമൻ പോയിട്ട് വാങ്ങി കൊടുന്നാണ് ഇപ്പത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ട് குளிச்சிட்டா தூக்கம் வர்றதுக்கு வாய்ப்பு கிடையாது. குளிச்சா நல்லா தூக்கம் வரும். அதுக்குள்ள 12 மணி ஆயிட்டுல டீ குடிக்கா நல்ல சாயா. சூப்பர் சூப்பரா இருக்கா? அத்தை போட்டு பார்த்து சொல்லு வீடியோ அத்தை சொல்லுதாங்க. அத்தை அத்தை நல்லா சூப்பர், நல்லா இருக்கு. ചായ കുടിച്ചിട്ട് നമ്മൾ വരാം. உட்காருப்பா. அப்பா பாரு, அப்பா வருங்க, அப்பா வருங்க. இங்க வர அப்பா வரு. சிரி 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 சரின்னு நீ மலையாளத்துல பேசுங்க அவன்கிட்ட, அப்பதான் புரியும். எங்க தமிழ் எல்லாம் புரியாது, அவனும் மலையாளம் தான் பேசுறான். உறக்கம் இல்லே, உறக்கம் இல்லே. ഉണ്ടക്കണ്ണ കാട്ടി നിക്കാണ് അല്ലേ? അന്നല്ല ബോധിച്ചു ചൂടുണ്ടോ? பாலக்காடு தாண்டிட்டேன்னு வச்சா மனமா இருக்கும் ஊரு. ஆமா, என்ன மனம்? இப்போ எங்க ஊர்ல இருந்து இப்போ உங்க ஊருக்கு வரணும்னு வச்சா அங்க வந்து அதிக பாக்கு மரம், பிலா மரம், இது பூராவும் பூக்குதுல, அந்த பூக்குற வாடை மட்டும் பிடிக்கும். ரெண்டாவது என்னன்னா, அந்த ஆத்துல குளிக்கிறவங்க பாரு, இந்த உடம்பு வலி வந்து நம்ம வீட்டுல எல்லாம் குளிச்சா உடம்பு வலி போகாது. வேலையை பார்த்துட்டு வந்து ஆத்துல குளிக்கல, குளிச்சுட்டு தலையை தோட்டிக்கிட்டே இருக்கல, உடம்பு வலி ஃப்ரீயா போகும். அது ஒரு சந்தோஷம். 2 சந்தோஷம் தான் உங்க ஊர்ல. அதிக சந்தோஷம். வாடம் அந்த பாலக்காடை தாண்டோடனே வாடை வந்துடும். ட்ரெயின்ல வந்தாலும் சரி, எதுல வந்தாலும் சரி. எந்த வாடை புரியல? என்ன மனம்? என்ன மனம்? இது பூக்களை பூலாம் பூக்குல, முந்திரி பூவு, அந்த பிலா, இது பாக்கு மரம், இந்த பூதான் வாடை, அந்த பூச்ச பூவோட வாடை அந்த மனம் இருக்கும். எங்களுக்கு அந்த மனம் எல்லாம் புரியல. உங்களுக்கு மனம் புரியல, எனக்கு கரெக்டா புரியுது. கேரளா வந்தவொடனே இந்த விடிய காலமா வாரங்கள்ல அந்த வாடை கரெக்டா வந்துடும். பாலக்காடு வந்து அந்த வாடை வந்துடும். கேரளா வந்து உனக்கு தெரியல, எங்களுக்கு தெரியாது. உங்களுக்கு தெரியாது, ஏன்னா அதுல இருந்து பழகிட்டீங்க. நான் புதுசா வரக்குள்ள எனக்கு தெரியும் கரெக்டா அந்த வாடை. இப்பதான் எங்களுக்கு தெரிஞ்சு. நீ அதை கண்டுபிடிச்சதே இல்ல? கண்டுபிடிச்சது இல்ல. உண்மையிலையா? இங்க வந்து பாலக்காடு போனவனே பாரு, உங்க ஊரு மனம் உங்களுக்கு தெரியுதா என்னன்னு கவனிச்சு. தெரியாது. இதுவரை எனக்கு தெரியும், நல்லா கரெக்டா தெரியும் எனக்கு மட்டும்.
இந்த இங்கே நின்றுட்டு கொண்டு இருக்குது, அங்கே நின்றுட்டு கொண்டு இருக்குது. எங்கள் நாட்டிலேருந்து வர பயில தான் அதெல்லாம் செய்வாங்க. இந்த வெளியே ஒதுங்கிறது போகிறது வரலாம் அதெல்லாம் அசுத்தமாக அதிகமாக இருக்காது. அங்கே இருக்காது, அங்கே இருக்காது. இங்கே அப்படி கிடையாது. பார்த்தீங்கன்னா ரோட்டு இங்க அந்த ஸ்மெல்லு நல்லா இருக்கும். ஆமாம், இங்கே வந்து பார்த்தீங்கன்னா தமிழ்நாட்டுக்கு வந்துட்டோன்னு வச்சுக்கா, எங்கே பார்த்தாலும் நின்றுட்டு கொண்டு கிடைப்பான். அங்கன்னா பாத்ரூம்னு தனியாக கட்டி வச்சுருந்தா கூட வெளில நின்று கொண்டுக்க போக மாட்டான். லேடிஸ்லேருந்து இதுலேருந்து இதெல்லாம் வெளியில தெரியாது. அதெல்லாம் எனக்கு பிடிக்கும். இங்கே வந்து அப்படி கிடையாது, இது மோசம். அங்கெல்லாம் கரெக்டாக இருக்கிறாங்க. இங்க பேட் ஸ்மெல்லு நல்லா இருக்கும். இப்போ சிட்டி வந்துச்சுன்னா பயங்கர ஸ்மெல்லா இருக்கும். இந்த வேஸ்ட் இல்ல, அது சிட்டி எல்லா இடத்துலயும் சிட்டி பூரா அப்படிதான் இருக்கும். പക്ഷെ எங்க ஊர்ல அப்படி அப்படி இருக்கு. உங்க ஊர்ல அப்படி இருக்காது. சிட்டியா இருந்தாலும் சுத்தமா இருக்கும். சுத்தமா இருக்கும். எந்த ஆத்துக்கு அழைச்சிட்டு போனாங்களா வந்து அம்மா இருந்தாலும் சமைக்கிறவங்களுக்குலாம் கஷ்டமா தானே இருக்கும். அது நினைச்சிட்டு போனாங்க. என்ன கஷ்டம். நீங்க எல்லாம் இருக்குல்ல இப்படி இருந்து நான் சமைக்கிறதுக்கு போறேன். என்ன சோறாக்குறவரை பெரிய வேலை. நீங்க சமைக்கிறது நாங்க விரும்பி சாப்பிடுவோம். வரப்ப நான் சமைக்கிறேன். ഞങ്ങള് കടക്കാൻ വേണ്ടി പോകുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള്. എന്താ പിന്നെ പറയാനുള്ളത്? അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം നാളെ രാവിലെ കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇങ്ങനെ രാവിലെ തന്നെ ഞങ്ങളിങ്ങനെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടായത്. അവിടെ ഒരു കിള്ള ഹോട്ടലുണ്ടായിരുന്നു, അവിടെ നിന്ന് ഇഡ്ഡലിയും ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച്. പക്ഷെ നല്ല സ്ഥലം കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാൻ ഭയങ്കര ത്രില്ലാണ് ഇങ്ങോട്ട്. എന്തായാലും സെറ്റ് മാമ. അപ്പം നമുക്ക് പോയിട്ട് വരാം. എല്ലാവർക്കും ഇങ്ങനെ ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ ഇഷ്ടമായോ? നൈസാണല്ലേ ഗൈസ്? ഞങ്ങൾ ഇങ്ങനെ മാമൻ്റെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ വന്ന് ജസ്റ്റ് ഒരു റൈഡിന് ഇറങ്ങിയതാണ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു റൈഡ്. അപ്പോൾ ഗൈസ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ യാത്ര പറഞ്ഞ് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇന്ന് പോകണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നാളെ ഒരു ദിവസം കൂടി നിന്നിട്ട് പോകാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും പോയാൽ പറ്റും. കാരണം എന്താ വെച്ചാൽ മിന്നുവിന് ക്ലാസ് ഉണ്ട്, നാനുവിന് ഷോപ്പുണ്ട്, എനിക്ക് വർക്കുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും പറ്റാത്ത സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം. எல்லாரும் வீடியோ எடுத்துக்கிறேன். இல்ல பரவாயில்ல, இந்த சைட்ல இருந்து இருக்கு. அதான் ஜஸ்ட் இங்க எல்லாருமே டாட்டா கொடுங்க. ஐனிகா டாட்டா. ആമാ അങ്ങനെ മാമന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ആക്കി തരാമെന്ന് പറഞ്ഞത്. വേറെ ഒരാളും കൂടി ഉണ്ട് വണ്ടിയായിട്ട്. வண்டி எடுத்தோன்னா பாரு, இடம் இருக்கும். ஆமாம், இடம் இருக்கிறப்ப எல்லாரும் போய் உட்காந்துலாம். சில பேர் ஒருத்தர் 2 பேர் கட்டு வந்து வச்சிருக்காங்க, வச்சுட்டு வெளில நிற்கிறாங்க. வெள்ளிக்கிழமை வந்தாங்க, வெள்ளிக்கிழமை லீவ் விட்டுருக்காங்க. 3 நாள் லீவு. சனிக்கிழமை லீவு, வெள்ளிக்கிழமை லீவ் விட்டாங்கன்னா சனி ஞாயிறு திங்க 3 நாள் லீவு. அதோட ஊருக்கு வந்துட்டா அந்த டைம் பார்த்து வந்துருக்கீங்க நீங்கள். அதான் கூட்டம். இப்போ எல்லாம் தஞ்சாவூரில் இருக்கிறது, தஞ்சாவூரில் வேலை பார்த்தது, அங்கே வேலை பார்த்தது, இங்கேருந்து அங்கே வேலை பார்த்து, இங்கேருந்து அங்கே வேலை பார்த்தது, இப்போ எல்லாம் மாறி மாறி போயிட்டு இருக்கு. அதனால தான் கூட்டம். ஆமாம், டாட்டா போயிட்டு வரேன். അപ്പോൾ ഗൈസ് ഞങ്ങളെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ് ഗൈസ്.
ഇനി അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം. അതുവരെ സി യു ഗൈസ്. ബൈ ബൈ ബൈ.